ഒരു വീടിന്റെ നിർമ്മാണ ഘട്ടത്തിലെ ആദ്യ പടിയാണ് വീടിന്റെ തറ നിർമ്മാണം. വീടിന്റെ തറയുടെ നിർമ്മാണത്തിൽ വരുന്ന അപാകതകൾ പിന്നീട് പരിഹരിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ തറ നിർമ്മാണം നല്ല രീതിയിൽ നടത്തേണ്ടതായിട്ടുണ്ട്. വീടിന്റെ തറ നിർമ്മാണവും അതിനു മുകളിൽ നിർമ്മിക്കുന്ന ബെൽറ്റിന്റെ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഞാൻ മുഹമ്മദ് ഫൈസൽ. വലിയ പറമ്പൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിൽ വിനോദ് നിഷ ദമ്പതികൾക്കായി നിർമ്മിക്കുന്ന 1028 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്ന ഒരു വീടിന്റെ തറയുടെ നിർമ്മാണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിന്റെ തറ നമ്മൾ നിർമ്മിക്കുന്നത് കരിങ്കല്ലിലാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ നല്ല ഉറച്ച മണ്ണായതുകൊണ്ടാണ്, നല്ല ചെങ്കലുള്ള പ്രദേശത്താണ് വീട് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ കരിങ്കല്ല് കൊണ്ടാണ് നമ്മൾ ഈ വീടിന്റെ തറയുടെ നിർമ്മാണം നടത്തുന്നത്. വീടിന്റെ ഓരോ നിർമ്മാണ പ്രവൃത്തിക്കും അതിൻ്റെതായ വൈഭവമുള്ള തൊഴിലാളികളെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. വീടിന്റെ തറ നിർമ്മിക്കുന്നത് കരിങ്കല്ലായതുകൊണ്ട് തന്നെ കരിങ്കല്ല് കെട്ടാൻ അറിയുന്ന, നല്ല വൃത്തിയിൽ കെട്ടാൻ അറിയുന്ന ആളുകൾ നമുക്ക് ആവശ്യമുണ്ട്. കരിങ്കല്ലിന്റെ തറ നിർമ്മിക്കുന്നത് രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് തച്ചിന്, അതായത് ഓരോ ദിവസക്കൂലിക്ക് നമ്മൾ ചെയ്യാറുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഒരു തറ ഇത്ര രൂപ എന്ന രീതിയിൽ കോൺട്രാക്ട് ഇതിലും നമ്മൾ ചെയ്യാറുണ്ട്. ഈ തറ നമ്മൾ കൊടുത്തത് ഇത്ര രൂപയ്ക്ക് ഈ തറ നിർമ്മിച്ച് തരണമെന്ന് പറയുകയും അതനുസരിച്ചുള്ള റേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഓരോ പ്രദേശത്തിന്റെയും ആളുകളുടെ കൂലി അനുസരിച്ച് ഈ തറയുടെ നിർമ്മാണത്തിനുള്ള ചെലവും വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ കരിങ്കല്ലിന്റെ റേറ്റും വ്യത്യാസപ്പെട്ടിരിക്കും. വലിയ ടോറസ് പോലെയുള്ള വണ്ടികൾക്ക് കരിങ്കല്ല് സൈറ്റിലെത്തുകയാണെങ്കിൽ അതാണ് നമുക്ക് ലാഭകരം. നിങ്ങൾ വീട് പണിയുകയാണെങ്കിൽ ടോറസ് പോലെയുള്ള വലിയ വാഹനങ്ങൾ വരുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ടോറസിനടിക്കലായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാകുക. ഇപ്പോൾ നമ്മളുടെ ഈ വഴിയിൽ ഏകദേശം ഒരു 4 മീറ്റർ വീതിയുള്ള വഴിയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ടിപ്പർ ലോറിയിലാണ് കരിങ്കല്ല് അടിച്ചത്. ഏകദേശം ഒരു 280 ഫീറ്റാണ് കരിങ്കല്ലിന്റെ അളവ് ഉണ്ടാകുക. അതിന് വരുന്ന വില 16,000 രൂപയാണ് നമ്മൾ ഒരു ലോഡിന് കൊടുത്തത്. ഇനി കരിങ്കല്ല് കെട്ടുന്നതിനുള്ള കൂലി നമുക്ക് ഫീറ്റിനനുസരിച്ച്, ക്യൂബിക് ഫീറ്റിനനുസരിച്ച് ചെയ്യാറുണ്ട്. ഒരു ക്യൂബിക് ഫീറ്റിന് ഏകദേശം 25 രൂപയാണ് അവർ ചാർജ് ചെയ്യുക. പല സ്ഥലത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രദേശത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ഇതിന്റെ റേറ്റിലുമെല്ലാം വ്യത്യാസം വരാറുണ്ട്. ഞാൻ ഏകദേശം ഒരു കണക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തതായി വീടിന്റെ തറ നിർമ്മാണത്തിന് ശേഷം വരുന്ന ബെൽറ്റ് നിർമ്മാണമാണ്. ബെൽറ്റ് നിർമ്മാണത്തിൽ നമ്മൾ ചില കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബെൽറ്റ് നിർമ്മാണം വീടിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വീടിന്റെ ബേസ്മെന്റിന്റെ മുകളിലാണ് ഒരു കോൺക്രീറ്റിന്റെ ബെൽറ്റ് നമ്മൾ നിർമ്മിക്കേണ്ടത്. അതിന് ഉപയോഗിക്കുന്ന സ്റ്റീലിന്റെ അളവുകളും സിമെന്റിന്റെ ക്വാളിറ്റിയും എല്ലാം ഈ വീടിന്റെ സ്ട്രെങ്ത്തിനെ ആശ്രയിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ വീടിന്റെ നിർമ്മാണത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീടിന്റെ ബെൽറ്റ് നിർമ്മാണം. വീടിന്റെ താഴെ തറയിൽ നിന്ന് ഈർപ്പം മുകളിലേക്ക് കയറി വരാതിരിക്കുന്നതിന് ഒരു ഡാം പ്രൂഫ് ആയിട്ടാണ് സാധാരണ രീതിയിൽ ബെൽറ്റ് നൽകാറുള്ളത്. പിന്നെ വീടിന്റെ സെറ്റിൽമെന്റ് വരുമ്പോൾ വീടിന് ക്രാക്കുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി വീടിന്റെ ബെൽറ്റ് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ 15 സെന്റിമീറ്റർ ഹൈറ്റിലാണ് ബെൽറ്റ് ബേസ്മെന്റിന്റെ മുകളിൽ കൊടുക്കുക. വീതി വരുമ്പോൾ ഏകദേശം 30 സെന്റിമീറ്റർ ആണ് വരാറുള്ളത്. ചില ആളുകൾ അതിലും കുറച്ചെല്ലാം കൊടുക്കാറുണ്ട്. സാധാരണ ചെയ്യുന്നത് ഒരു 15 സെന്റിമീറ്റർ ഹൈറ്റും ഒരു 30 സെന്റിമീറ്റർ വീതിയിലുമാണ് നൽകാറുള്ളത്. കൂടാതെ നമ്മളുടെ ബാത്റൂം വരുന്ന ഭാഗങ്ങളിൽ സാധാരണഗതിയിൽ ബാത്റൂം ഗ്രൗണ്ടിൽ നിന്നും അല്പം താഴ്ത്തിയിട്ടാണ് ചെയ്യാറുള്ളത്. നമ്മൾ ബെൽറ്റ് 30 സെന്റിമീറ്റർ അവിടെ കൊടുത്താൽ അപ്പോൾ അത് ഭാവിയിൽ നമുക്ക് വീടിന്റെ ടൈല് ഇടുന്ന സമയത്തെല്ലാം അത് പൊട്ടിച്ച് കളയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചക്കൽ കുറച്ചിട്ട് മാത്രമാണ് ആ ഭാഗത്ത് ബെൽറ്റ് നിർമ്മിക്കേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബെൽറ്റിന്റെ നിർമ്മാണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലുപയോഗിക്കുന്ന സ്റ്റീലും അതിനുപയോഗിക്കുന്ന സിമെന്റും. നല്ല ക്വാളിറ്റിയുള്ള സിമെന്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കൂടാതെ അതിന്റെ കമ്പികൾ 4 8mm കമ്പിയും അതിന് മുകളിലായിട്ട് 8mm സ്ട്രിപ്പുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 20 സെന്റിമീറ്റർ ഗ്യാപ്പിലാണ് ഓരോ സ്ട്രിപ്പുകളും നമ്മൾ നൽകുന്നത്. വീടിന്റെ തറയുടെ നിർമ്മാണവും അതിന് മുകളിൽ വരുന്ന ബെൽറ്റിന്റെ നിർമ്മാണവുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്.
വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.